Hello Physics Warriors, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. So yes, നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിനെ പറ്റി കൂടുതൽ പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്ന ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് കുറച്ച് എന്താ പറയുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു ചാപ്റ്ററാണ്. പെട്ടെന്ന് നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്ത് തീർക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് വേറൊരു സെപ്പറേറ്റ് സെഷനായിട്ട്, അതായത് തെർമൽ ഫിസിക്സ് എന്ന് ഓൾ ടുഗെദർ നമ്മൾ തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും അതുപോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വേറൊരു ഇതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ആരും പേടിക്കേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ആദ്യം നമുക്ക് ഇതിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് പൊടി തട്ടി എടുക്കാം. ഓക്കെ, യെസ്. അപ്പോൾ തെർമോഡൈനാമിക്സിലോട്ട് പോവാം. ഫസ്റ്റ് തെർമോഡൈനാമിക്സ്, അതാണ് നമ്മുടെ ചാപ്റ്റർ നെയിം. അപ്പോൾ തെർമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലേ. തെർമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് റിലേറ്റഡ് ആണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ യെസ്, മോഷൻ. അപ്പം നമുക്കറിയാം ഹീറ്റ് ആസ് എ ഫോം ഓഫ് എനർജി ആണ്. അപ്പം ഹീറ്റ് എനർജി മോഷൻ, അപ്പം ഇത് തമ്മിലുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ്, ഇത് റിലേറ്റഡ് ആകുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നതെന്ന് ചാപ്റ്ററിൻ്റെ പേരോടുകൂടെ മനസ്സിലായി. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്സിലെ ഒരു ബ്രാഞ്ചാണ്. ഓക്കെ, നമ്മൾ മെക്കാനിക്സ് പറയുന്ന പോലെ, നമ്മൾ ഒപ്റ്റിക്സ് പറയുന്ന പോലെ ഫിസിക്സിലെ ഒരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഹീറ്റ്, വർക്ക്, ഇന്റേണൽ എനർജി ഒക്കെ നമ്മൾ ഡീൽ ചെയ്യും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബിഹേവിയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ മോളിക്കുലർ കോൺസ്റ്റിറ്റ്യൂഷനോ അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. മൈക്രോസ്കോപ്പിക് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല, ഓൺലി മാക്രോസ്കോപ്പിക്. ക്ലിയർ അല്ലേ? ഇതാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി സിസ്റ്റം, നമ്മൾ ചില സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിന് നമ്മൾ സിസ്റ്റം എന്ന് പറയാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ സിസ്റ്റം ശരിയല്ലെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഡിഫറെൻറ്റ് സിസ്റ്റംസ് നമുക്കറിയാം. തെർമോഡൈനാമിക്സിലോട്ട് വരുമ്പം സിസ്റ്റം എന്താണ്? ഓക്കെ, തെർമോഡൈനാമിക്സിലോട്ട് വരുമ്പം സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ, ഈ സിസ്റ്റം എന്ന് പറയുന്ന ഏരിയയിലാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ എക്സ്പീരിമെൻറ്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഒബ്സർവേഷൻസ് ആയിക്കോട്ടെ, അതെല്ലാം നടക്കുന്നത്. ഓക്കെ, ഇത്രയും ഒരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് ഞാൻ ഒരു പെർട്ടിക്കുലർ ഏരിയ ഞാൻ എടുക്കുവാണ്. ഓക്കെ, അതാണ് എൻ്റെ സിസ്റ്റം. ഓക്കെ, ആ സിസ്റ്റം അതുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും എന്താ പറയുന്നത്, ഒരു ബൗണ്ടറി വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുമായി ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോ? സോ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, സിസ്റ്റം. അവിടെയാണ് നമ്മുടെ ഒബ്സർവേഷൻസ്, നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു സ്പേസാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ സിസ്റ്റത്തിനോട് ചേർന്ന് കിടക്കുന്ന, ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ചുറ്റുപാടുള്ള ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, യെസ്, നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ബൗണ്ടറി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ സിസ്റ്റത്തിന് നമുക്കറിയാം, ഇപ്പം നമ്മൾ വീട്ടിൽ പറയും ഇത് എൻ്റെ റൂമാണ്, അല്ലെങ്കിൽ അത് ചേട്ടൻ്റെ റൂമാണ്, അല്ലെങ്കിൽ അനിയൻ്റെ റൂമാണ്, അത് ചേച്ചിയുടെ റൂമാണ്, ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യം. അപ്പം ഈ നമ്മുടെ റൂംസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി വാൾസ് ആണ് അല്ലേ. നമ്മുടെ വീട്ടിൽ ചുമരുകളാണ് അല്ലെങ്കിൽ ഭിത്തികളാണ് ഈ പറയുന്ന ബൗണ്ടറീസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മറ്റുള്ളതിൽ നിന്ന് നിങ്ങളുടെ റൂമിനെ സെപ്പറേറ്റ് ആക്കുന്നത് ഈ വാൾസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന വാൾസ് ഉണ്ട്. അത് 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഡയാതെർമിക്, ഒന്ന് അഡയാബാറ്റിക്. ഡയാതെർമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അവിടെ ഹീറ്റിൻ്റെ കണ്ടക്ഷൻ ഒക്കെ നടക്കും. അഡയാബാറ്റിക് എന്ന് പറഞ്ഞാലോ യെസ്, അവിടെ ഹീറ്റിൻ്റെ കണ്ടക്ഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ ബേസിക് ടെർമിനോളജി, കുറച്ച് അടിസ്ഥാന പദാവലിയാണ് പഠിക്കാൻ പോകുന്നത്. സോ ഇതൊക്കെ അറിയാവുന്നവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട, നിങ്ങൾ ഫോർവേഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച്, അതായത് ഇത് പ്രീമിയർ ചെയ്ത് കഴിയുമ്പോൾ ടൈം സ്റ്റാമ്പ്സ് കിട്ടും. സോ അത് വെച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ലീവ് ചെയ്ത് തരാം. ഓക്കെ, സോ സിസ്റ്റം നമ്മൾ പറഞ്ഞു, തെർമോഡൈനാമിക് സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിലാണ് നമ്മുടെ ഒബ്സർവേഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പം ഈ സിസ്റ്റം 3 ടൈപ്പാണുള്ളത്. ഓപ്പൺ ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, ഐസൊലേറ്റഡ് ഉണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്യാസ് ഒരു കണ്ടെയ്നറിൽ ഫിക്സ് ചെയ്യുവാണ്. അത് നമ്മൾ മൂടി വെച്ചിട്ടൊന്നുമില്ല, തുറന്ന് വെച്ചേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് എന്ത് ചെയ്യും, സറൗണ്ടിങ്സിലോട്ട് പോകും. ഓക്കെ, സോ എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ. ഓക്കെ, എനർജിയും മാറ്ററും സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ യെസ്, ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു സംഭവം എടുത്തു, കണ്ടെയ്നറിൽ മൂടി വെച്ചു, കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, ഡെഫിനറ്റ്ലി ചൂട് കയറി വരും. ആ ചൂട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് പുറത്തോട്ട് കൊടുക്കാം.
ഓക്കെ, എന്ന് കരുതി അതിൻ്റെ ഉള്ളിലുള്ള സംഭവം പുറത്തേക്ക് വരുമോ? ഇല്ല, മൂടി വെച്ചേക്കുവാണ്. സോ അവിടെ മാറ്റർ ഒരിക്കലും പുറത്തു പോകത്തില്ല. പുറത്തു പോരുന്നത് ആരാണ്? എനർജി മാത്രമാണ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. ഐസൊലേറ്റഡ് സിസ്റ്റം, മാറ്റർ ആയിക്കോട്ടെ എനർജി ആയിക്കോട്ടെ ഒന്നും തന്നെ എന്ത് ചെയ്യത്തില്ല? എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ? ഒന്നും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ഐസൊലേറ്റഡ് ആണ്. ഓക്കെ, ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അതൊരിക്കലും എനർജിയോ മാറ്ററോ എന്ത് ചെയ്യത്തില്ല? യെസ്, സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. സറൗണ്ടിങ്സും ബൗണ്ടറി ഓൾറെഡി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് വാരിയബിൾസ്. സ്റ്റേറ്റ് വാരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി സിമ്പിൾ. നമുക്കറിയാം, നമ്മളിപ്പം നമ്മളെ ഫ്രണ്ട്സ് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഓക്കെ ഇപ്പം അവളുടെ അവസ്ഥ എന്താ? ഓക്കെ, അവസ്ഥ എന്താണ്? അവളിപ്പം കുറച്ച് വിഷമത്തില, അല്ലെങ്കിൽ അവളിപ്പം കുറച്ച് സന്തോഷിച്ചിട്ടിരിക്കുക, അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതായത് അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റേറ്റ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്, ഒരു സിസ്റ്റത്തിൻ്റെ അവസ്ഥ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഇമോഷൻസ് നമ്മൾ പറയുന്ന പോലെ ലൈക്ക് കരയാണ്, ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്, അങ്ങനെ ഡിഫറെൻറ്റ് ഇമോഷൻസ് ഉണ്ട്. അതുപോലെയുള്ള വാരിയബിൾസ്, ഓക്കെ, ഒരു സ്റ്റേറ്റിനെ, ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വാരിയബിൾസ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേറ്റ് വാരിയബിൾസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി വേറെയാണ് ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മാസ് ഓഫ് ദി സിസ്റ്റം. ഓക്കെ, സിസ്റ്റത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇതിനെയാണ് നമ്മൾ, പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ പറയുന്നത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ടെമ്പറേച്ചർ അതെന്ത് ചെയ്യുന്നില്ല? സിസ്റ്റത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രഷർ സിസ്റ്റത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ മാസ്, അതിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം എക്സ്റ്റെൻസീവ് ഒബിയസ്ലി എന്താണ്? യെസ്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദി സിസ്റ്റം. ഓക്കെ, വോളിയം അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എനർജി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇനി തെർമോഡൈനാമിക്സിലോട്ട് വരുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് പ്രോസസ്സ്. പ്രോസസ്സ് എന്താണ്? യെസ്, നമ്മളും കുറേ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. സോ തെർമോഡൈനാമിക്സിലെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു. ഓക്കെ, സോ അത് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നു എന്ന് പറയാം. പാത്ത് അലോങ് വിച്ച് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ചേഞ്ചസ്. ഓക്കെ അല്ലേ? ഇനി ആ പ്രോസസ്സുകൾ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഐസോതെർമൽ ഉണ്ട്, ഐസോബാറിക് ഉണ്ട്, ഐസോകോറിക് ഉണ്ട്, സൈക്ലിക് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഐസോതെർമൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഐസോതെർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സ്. ഐസോബാറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സ്. ഐസോകോറിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സ്. അഡിയാബാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് കണ്ടക്ഷൻ ഇല്ല, ഹീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല. സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് വേറെ എന്തൊക്കെ പ്രോസസ്സ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ വരും. ഓക്കെ, എത്രയൊക്കെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഐസോതെർമൽ പ്രോസസ്സോ അഡിയാബാറ്റിക്കോ എന്ത് തന്നെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ഫൈനലി വരുന്നത് എവിടെയായിരിക്കും? ഇനീഷ്യൽ പോയിന്റിൽ തന്നെയായിരിക്കും. ഇനി റിവേഴ്സിബിൾ പ്രോസസ്, പ്രോസസ് ഡ്യൂറിംഗ് വിച്ച് ദ സിസ്റ്റം ഓൾവേസ് ഡിപ്പാർട്ട് ഇൻഫിനിറ്റസിമലി ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഇറ്റ്സ് ഡയറക്ഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ് അറ്റ് എനി മൊമെന്റ്. ഓക്കെ, ഏത് മൊമെന്റിലാണെന്നുണ്ടെങ്കിലും അതിന് തിരിച്ച് അതിൻ്റെ സെയിം സ്റ്റേറ്റിലോട്ട് അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇക്വിലിബ്രിയമാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നെക്സ്റ്റ് വൺ, യെസ്, തെർമൽ ഇക്വിലിബ്രിയം. എന്താണ് തെർമൽ ഇക്വിലിബ്രിയം? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? യെസ്, ഒരു ഇക്വിലിബ്രിയം നമുക്കറിയാം, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? യെസ്, ഫൈനലി അത് ഒരു പൊസിഷനിൽ വരുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലായി എന്ന് പറയും. അതുപോലെ അതായത് അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. ഓക്കെ അല്ലേ? സ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. സോ അങ്ങനെ സ്റ്റേബിൾ സ്റ്റേറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അതായത് ലെറ്റ്സ് സേ രണ്ട് സിസ്റ്റം ഉണ്ട്, സിസ്റ്റം എ, സിസ്റ്റം ബി. ഓക്കെ അല്ലേ? രണ്ടും ഇൻ കോണ്ടാക്റ്റിലാണ്. ഓക്കെ, സോ അങ്ങനെ ഈ രണ്ട് സിസ്റ്റം ഇൻ കോണ്ടാക്റ്റിൽ വന്നു. ഇവിടെ ടെമ്പറേച്ചർ, ഇതിൻ്റെ ടെമ്പറേച്ചറും കുറച്ച് സമയം കഴിയുമ്പം സെയിം ആയിട്ട് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഓക്കെ അല്ലേ? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. എപ്പോഴാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? രണ്ട് സിസ്റ്റം ഇൻ കോണ്ടാക്റ്റിലാണ്. ടെമ്പറേച്ചർ എപ്പോഴാണോ സെയിം ആവുന്നത് ആ സമയത്ത് നമുക്ക് പറയാം അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇഫ് ടു സിസ്റ്റംസ് ആർ പ്ലേസ്ഡ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ then they are said to be in thermal equilibrium. Clear അല്ലേ? Yes. Next one, Zeroth Law of Thermodynamics.
അപ്പം തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഫൈൻഡ് ചെയ്തതിന് ശേഷമാണ് സീറോത്ത് ലോയിലോട്ട് വരുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ലോ കണ്ടുപിടിച്ചു, സെക്കൻഡ് ലോ കണ്ടുപിടിച്ചു. സോ ഈ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് അവിടെ ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന എന്താ പറയുന്നത് ലോയാണ് സീറോത്ത് ലോ എന്ന് പറയുന്നത്. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് അല്ലേ. അപ്പം അതുകൊണ്ട് ഇതിനെക്കാട്ടിലൊക്കെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ലോ ആണ് ഇപ്പം ഫൈനലി കണ്ടുപിടിച്ചത്. അപ്പം അതിനൊരിക്കലും തേർഡ് ലോ എന്നോ ഫോർത്ത് ലോ എന്നോ ഫിഫ്ത്ത് ലോ എന്നോ ഇടാൻ പറ്റത്തില്ല. അതിനെ നമുക്ക് ഫസ്റ്റ് ലോ ആക്കണം. സോ ഓൾറെഡി ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തായി, യെസ്, അതിന് നമ്മൾ സീറോത്ത് ലോ എന്ന് വിളിച്ചു. അത്രയേ ഉള്ളൂ സീറോത്ത് ലോ എന്ന് വിളിക്കുന്നതിന്, വേറെ പ്രത്യേകിച്ച് എന്താ പറയുക ഇതൊന്നുമില്ല. സോ ഇവിടെ സിമ്പിളാണ് പറയുന്നത്, നമ്മൾ എ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ടി എ എന്ന് കൊടുത്തു. ആ ടി എ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിനായിട്ട് ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ അല്ലേ. അതുപോലെ ടി ബി എന്ന് പറയുന്നത് എഗെയിൻ ടി സിയുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ടി എ which is equal to TB which is equal to TC. That is simply as zeroth law. Okay, two systems in the thermal equilibrium with a third system separately. Okay, രണ്ട് സിസ്റ്റം, തേർഡ് സിസ്റ്റം ആണ് സി എന്ന് പറയുന്നത്. സോ എ സിയുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണ്, ബി സിയുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും എന്തായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് zeroth law of thermodynamics. നെക്സ്റ്റ് വൺ, ഇന്റേണൽ എനർജി. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ലോയിലോട്ട് നമ്മൾ എത്താൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ഇന്റേണൽ എനർജി, എന്താണ് ഹീറ്റ്, എന്താണ് വർക്ക് എന്നുള്ളത്. ഓക്കെ, സോ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതായത് നമ്മളിപ്പം ഒരു ഹീറ്റ് കൊടുക്കുകയാണ്, ഒരു ഗ്യാസിന് ഒരു സംതിങ് എന്തിനോ നമ്മളൊരു ഹീറ്റ് കൊടുക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി അവിടെ എന്തായിരിക്കും, മോളിക്യൂൾസ് കുറച്ചുകൂടെ ഇൻട്രാക്ഷൻ കൂടും, അതായത് അതിൻ്റെ സ്പീഡ് കൂടും, കൊളീഷൻസ് കൂടും, കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി. സോ ഈ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ യു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഇന്റേണൽ എനർജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രസന്റ് സ്റ്റേറ്റ്, ഓക്കെ, പ്രസന്റ് സ്റ്റേറ്റിൽ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് എങ്ങനെ എത്തി, അതിൻ്റെ പാത്തിനെ പറ്റിയിട്ടൊന്നും അതിൽ എന്താ പറയുന്നത്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രസന്റ് സ്റ്റേറ്റ്, നോട്ട് പാത്ത് ഫോളോ ടു അച്ചീവ് ഇറ്റ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഡെൽറ്റ യു എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും എപ്പം ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. ഓക്കെ അല്ലേ? ഡെൽറ്റ യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എപ്പം, യെസ്, ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ്. ഓക്കെ അല്ലേ? ഡെൽറ്റ യു പോസിറ്റീവ് എപ്പം, ഇന്റേണൽ എനർജി കൂടുമ്പം. ഡെൽറ്റ യു നെഗറ്റീവ്, ഇന്റേണൽ എനർജി കുറയുമ്പം, അതായത് നമ്മുടെ കൈനറ്റിക് എനർജിയോ പൊട്ടൻഷ്യൽ എനർജിയിലോ മാറ്റം വരുമ്പം അതിൻ്റെ സമ്മ് കുറയുവാണ്. അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ എനർജി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടുവാണെങ്കിലോ യെസ് ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഇസ് അബൌട്ട് ഇന്റേണൽ എനർജി. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഹീറ്റ് ആണ് പറയുന്നത്. ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്റേണൽ എനർജിയുടെ ഒരു ഭാഗമാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കാരണം എന്താണ്, നമുക്കറിയാം കൈനറ്റിക് എനർജി, നമ്മളിപ്പം എന്താ പറയുന്നത്, കൈനറ്റിക് എനർജി കൂടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മീനിങ് എന്താണ്, യെസ്, അവിടെ ഹീറ്റ് കൂടുതലാണ്. ഓക്കെ, കൈനറ്റിക് എനർജി കൂടുന്നു, അതായത് നമ്മൾ ചൂട് കൊടുക്കുന്നു. ഓക്കെ, ചൂട് കൊടുക്കുമ്പം എന്താ സംഭവിക്കുന്നത്, യെസ്, ഇതിൻ്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ കൂടുതൽ കൊളൈഡ് ചെയ്യാൻ തുടങ്ങും, അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നു. അപ്പം കൈനറ്റിക് എനർജി കൂടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്, യെസ്, ഹീറ്റ് കൂടുന്നതാണ് അർത്ഥം. ഓക്കെ, അപ്പം ഈ കൈനറ്റിക് എനർജി കൂടുന്നു, ഹീറ്റ് കൂടുന്നു. സോ നമുക്ക് മനസ്സിലായി ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. സോ ഹീറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ എനർജി വിച്ച് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ആൻ അക്കൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ, രണ്ട് സിസ്റ്റം തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഓക്കെ എന്താ ഉണ്ടാവുന്നത്, ഈ ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകും. ഓക്കെ അല്ലേ? ആൻഡ് ഈ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റേണൽ എനർജിയുടെ ഭാഗമാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വർക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വർക്ക് ഇസ് സെറ്റ് ടു ബി ഡൺ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ലെറ്റ്സ് കുറച്ച് വെള്ളം എടുത്തു, അത് നമ്മൾ ഗ്യാസിൽ വെച്ചു, അപ്പം ചൂടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് മുകളിലൊന്ന് മൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, യെസ്, ഈ പാത്രം ഇങ്ങനെ കിടന്ന്
ഇങ്ങനെ കുറച്ച് അങ്ങനെ അടിക്കാൻ തുടങ്ങും അല്ലേ, അതായത് നമ്മുടെ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഇതിങ്ങനെ അടിക്കാൻ തുടങ്ങും. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ എന്ത് പറയാം, യെസ് ഫോഴ്സ് ഉണ്ടായി, ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടായി. സോ അവിടെ ഒരു വർക്ക് നടന്നു. ഓക്കെ അല്ലേ? സോ ആ വർക്ക് എന്ന് പറയുന്നത് ഓക്കെ തെർമോഡൈനാമിക്സിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഹീറ്റ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇന്റേണൽ എനർജി പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റിപ്പീറ്റഡ്ലി ഞാൻ പറയുന്നത് കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കാനാണ്. ഇനി വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ആൻഡ് വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. നമുക്കറിയാലോ വർക്ക് ഡൺ, ചെറിയ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് FdX അല്ലേ? യെസ്, FdX ആണ്. സോ ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, പ്രഷർ ഇൻറ്റു വോളിയം എന്നുള്ള ടേംസിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? സോ നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ പ്രഷറിനെയും വോളിയത്തിനെയും ടേമിലാക്കി PdV എന്ന് എഴുതുവാണ് നമ്മൾ. ക്ലിയർ അല്ലേ? സോ ദാറ്റ് മീൻസ് വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു P ഇൻറ്റു VF മൈനസ് VI. VF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫൈനൽ വോളിയം ആണ്. ഓക്കെ, മൈനസ് ഇനീഷ്യൽ എത്ര ഉണ്ടായിരുന്നോ അത്. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇവിടെ ഇഫ് ഗ്യാസ് എക്സ്പാൻഡ്സ്, ഓക്കെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, വർക്ക് ഇസ് സെഡ് ടു ബി ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, വർക്ക് ഇസ് സെഡ് ടു ബി ഡൺ ബൈ ദി സിസ്റ്റം. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ആ കേസിൽ എന്താണ്, യെസ് VF is greater than VI. Therefore, work done will be positive. Okay, VF ആണ് വലുത് വരുന്നതെങ്കിൽ obviously എന്തായിരിക്കും, work done positive ആയിരിക്കും. Okay, next one. Gas compressed ആയി. Okay, compressed ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, work is said to be done on the system. Okay, gas compress ആവാണ്, said to be done on the system. That means in this case VF ആയിരിക്കും. Okay, നമുക്കറിയാം compress ചെയ്യുമ്പം എന്താ പറയുന്നത്, വോളിയം കുറയുക ചെയ്യുന്നത്, ഇനീഷ്യലി ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കുറയുക ചെയ്യുന്നത്. ദാറ്റ് മീൻസ് VF കുറവാണ് VI-നെക്കാട്ടിലും. അപ്പം ഈ വാല്യൂ എന്താണ്, ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയിട്ടായിരിക്കും വരുന്നത്. ദാറ്റ് മീൻസ് വർക്ക് ഡൺ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുവാണ്. എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയത്തിനെക്കാട്ടിലും കൂടുതൽ വോളിയം ഉണ്ടായിരിക്കും ഫൈനൽ വോളിയത്തിന്, ഇല്ലേ? എക്സ്പാൻഡ് ചെയ്യുവാണ്. സോ ബേസിക്കലി ഈ വാല്യൂ VF മൈനസ് VI എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ആ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. when VF is greater than VI. VF is greater than VI എന്ന് പറയുന്നത് എപ്പോഴാണ്, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. അങ്ങനെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം, വർക്ക് is said to be done by the system. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് കേസ്, ഗ്യാസിനെ കംപ്രസ് ചെയ്യുക. അന്നേരം എന്താണ്, വർക്ക് ഡൺ ഇസ് ഓൺ ദി സിസ്റ്റം. ഇൻ ദിസ് കേസ് നമുക്കറിയാം ഇനീഷ്യലി ഉണ്ടായിരുന്ന വോളിയത്തിനെക്കാട്ടിലും കുറവായിരിക്കും കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദെൻ വർക്ക് ഇസ് സെഡ് ടു ബി നെഗറ്റീവ്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് വൺ, thermodynamic variables and parameters. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. thermodynamic state of a system can be determined by quantities like temperature, volume, pressure, internal energy, etc. These quantities are known as thermodynamic variables. ആ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന വാരിയബിൾസിനെയാണ് നമ്മൾ പറയുന്നത്. Then next is equation of a state. That is simply ഈ പ്രഷറും വോളിയം ടെമ്പറേച്ചർ ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻസ്. A relation between the values of any of the three thermodynamic variables. നമുക്ക് ഇത്രയും number of thermodynamic variables ഉണ്ട്. അതിൽ നിന്ന് മൂന്നെണ്ണം, അറ്റ്ലീസ്റ്റ് മൂന്നെണ്ണത്തിനെങ്കിലും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പറയാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നതാണ് PV which is equal to nRT എന്ന് പറയുന്നത്. ഓക്കെ, then next one, first law of thermodynamics. First law of thermodynamics ഈസി ആയിട്ട് പറയാം. നമ്മളിത് ഒരു കണ്ടെയ്നർ എടുത്തു. ഓക്കെ, അത് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമ്മളൊരു കണ്ടെയ്നർ എടുത്തു, അത് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മൾ വാട്ടറാണ് എടുത്തതെന്ന് വിചാരിക്കും. ഓക്കെ, വാട്ടറാണ് നമ്മൾ എടുത്തത്. ഓൾറെഡി ആ വാട്ടറിന് എന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ട്, സർട്ടൻ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാം. അഡീഷണലി നമ്മൾ എന്ത് കൊടുക്കുക, കുറച്ച് ഹീറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, യെസ് ഡെൽറ്റ ക്യൂ അഡീഷണൽ ഹീറ്റ് കൊടുക്കുവാണ്. ഡെൽറ്റ ക്യൂ, ആ ഡെൽറ്റ ക്യൂ എന്തൊക്കെയായിട്ടാണ് മാറുന്നത്?
ഒബ്വിയസ്ലി നമുക്ക് അറിയുന്ന കാര്യം എന്താ, ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലെ പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യാൻ തുടങ്ങും. കൊളൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജിയുടെ ഭാഗമാണ്. ഗ്യാസിന്റെ കേസിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പം ഗ്യാസിന്റെ കേസിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന സംഭവം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്നു, കൈനറ്റിക് എനർജി കൂടുന്നു. ദാറ്റ് മീൻസ് ഇന്റേണൽ എനർജി ആയിട്ട് അത് കൺവേർട്ട് ആവുന്നുണ്ട്. കൂട്ടത്തിൽ അത് മാത്രമാണോ, നമുക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഇളകാൻ തുടങ്ങും. ദാറ്റ് മീൻസ് അവിടെ ഒരു വർക്ക് ഡണ്ണും കൂടെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാം നമ്മൾ കൊടുത്ത അഡീഷണൽ ഹീറ്റ് അല്ലെങ്കിൽ അഡീഷണൽ എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് സ്റ്റോർ ആവുന്നത് എങ്ങനെയൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ അത് എന്തൊക്കെയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, ഇന്റേണൽ എനർജിയും വർക്ക് ഡണ്ണും ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് എ ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം, ഓക്കെ, നമ്മുടെ സിസ്റ്റം എന്തായാലും നമ്മൾ പാത്രം വെള്ളം ഒഴിച്ച് പാത്രം ചൂടാക്കാനായിട്ട് വെച്ചു, ഈസ് capable of doing work, then the quantity of heat absorbed by the system is equal to the sum of increase in the internal energy and the external work done by it. Okay, so നമുക്ക് എങ്ങനെ എഴുതാം, dq which is equal to du plus dw. It is same as law of conservation of energy. ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്തിന് ഇക്വാലന്റ് ആണ്, ദാറ്റ് ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്ക് ഇക്വാലന്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ കൊടുത്ത എനർജി ഇന്നതായിട്ട് കൺവേർട്ട് ആയി പോയി. അതായത് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നുണ്ടോ അത്രത്തോളം കൺവേർഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, കൺസർവ്ഡ് ആണ്. ഇനി ഈ ഒരു റിലേഷൻ പഠിച്ചു വയ്ക്കുക, 1 joule which is equal to 4.186 calories. നെക്സ്റ്റ് ഇസ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ്. അത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി പോയാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിലേഷൻ ഉണ്ട്, അത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. സോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ടെമ്പറേച്ചർ. അതായത് ഇപ്പം 37 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് 38 ആക്കണം. അതാണ് പറയുന്നത് 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടണം by temperature of a unit mass of a substance through 1 degree Celsius. 1 degree Celsius നമുക്ക് കൂട്ടണം, യൂണിറ്റ് മാസ് ആയിരിക്കണം. അതായത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സ്പെസിഫിക് ഹീറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് കപ്പാസിറ്റി ആണ്. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റിനെയാണ് നമ്മൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എസ്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് മാസിലെയാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സി സ്പെസിഫിക്. അതായത് ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് യൂണിറ്റ് മാസ് സ്പെസിഫൈ ചെയ്യുവാണ്. ഓക്കെ അല്ലേ, സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു, അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വേറെ വ്യത്യാസമൊന്നുമില്ല, ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ അല്ലേ, അപ്പം ആ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ സി എന്ന് റെപ്രസെന്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 1/m ഇൻറ്റു ഹീറ്റ് കപ്പാസിറ്റി, ദാറ്റ് ഇസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ അല്ലേ, യെസ്. നെക്സ്റ്റ്, അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഒന്നുമില്ല, specific heat capacity at constant volume is defined as the amount of heat required to raise the temperature of 1 gram of the gas through 1 degree Celsius. 1 gram then 1 degree Celsius. അതാണ് അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. കീപ്പിംഗ് വോളിയം ഓഫ് ദി ഗ്യാസ് കോൺസ്റ്റന്റ്. അങ്ങനെയുള്ളതിന് സി വി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സെയിം ഫോമാറ്റ് തന്നെ സി വി എന്ന് നമ്മൾ പറയും. ഓക്കെ അല്ലേ, സോ നമുക്ക് എഴുതാം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി at constant volume, that is CV. സെയിം തന്നെയാണ് നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി at constant pressure is defined as the amount of heat required to raise the temperature of 1 gram of gas through 1 degree Celsius, keeping the pressure constant. ഓക്കെ, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും CP. ഓക്കെ അല്ലേ, ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. സി പി മൈനസ് സി വി വിച്ച് ഇസ് ഈക്വൽ ടു ആർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. സോ സി പി മൈനസ് സി വി വിച്ച് ഇസ് ഈക്വൽ ടു ആർ. ക്ലിയർ ആയല്ലോ, യെസ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ എല്ലാ ടോപ്പിക്സും നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, തെർമോഡൈനാമിക് പ്രോസസ്. ഓക്കെ, പ്രോസസ്സ് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് തെർമോഡൈനാമിക് പ്രോസസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ അടിസ്ഥാന പദാവലി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. A process which one or more parameters of thermodynamic system undergo a change is called thermodynamic process or a thermodynamic change. Simple. അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഡെഫിനറ്റ്ലി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ട്, ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, ഇനീഷ്യലി നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം എ ആണ്. ഓക്കെ, അതിൽ പി പ്രഷറുണ്ട്, അതിനൊരു സർട്ടിൻ വോളിയം ഉണ്ട്.
ഓക്കെ, ദെൻ അതിന് ടെമ്പറേച്ചർ ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ സ്റ്റേറ്റ് മാറ്റുവാണ്. ഇത് P1 V1 ആണ്. ഇനി സ്റ്റേറ്റ് മാറിയത് ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് എത്തുമ്പോഴത്തേനും പ്രഷറും വോളിയം ഒക്കെ മാറിയിട്ടുണ്ടെങ്കിലും ടെമ്പറേച്ചർ എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ആ പ്രോസസ്സിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലേ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ. ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഡെറിവേഷൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെച്ചാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഐസോതെർമൽ പ്രോസസ്സ് നമുക്കറിയാം, ഇവിടെ വരുന്ന ഇക്വേഷൻ ബോയിൽസ് ലോ നമുക്കറിയാം, അതായത് പ്രഷർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പി വി വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി വി ഗ്രാഫ് എങ്ങനെ വരും? യെസ്, പി വി ഗ്രാഫ് ഇതാ ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ? പി വി ഗ്രാഫ് ഇങ്ങനെ വരും. ഇനി ഏരിയ അണ്ടർ ദി കർവ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി ഗ്രാഫിൻ്റെ കർവിൻ്റെ താഴെ വരുന്ന എന്താണ് ഏരിയ ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിൽ പറയാനുള്ളത്. ഐസോതെർമൽ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ടായിരിക്കും സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് മാറുന്നത്. ക്ലിയർ അല്ലേ? ഇനി വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ പഠിച്ചു. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും വരുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത് ഡി പി ബൈ ഡി വി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് പി ബൈ വി. ഇതായിരിക്കും ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുവാണ്. അതായത് അതിന്റെ സ്റ്റേറ്റ്, ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുവാണ്. ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുവാണ്. ഓക്കെ, ആ സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ പ്രഷർ, ബാക്കി എല്ലാ വാരിയബിൾസും മാറിയാലും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വർക്ക് ഡൺ ഇൻ ആൻ ഐസോബാറിക് പ്രോസസ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു V2 മൈനസ് V1, അതായത് ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം. ക്ലിയർ അല്ലേ? അത്രയും മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രഷർ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഗ്രാഫും കൂടെ നമുക്കൊന്ന് പറയാം. അതായത് പി വി ഗ്രാഫ് നമ്മൾ വരയ്ക്കുവാണ്. ഓക്കെ, ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ വോളിയം എത്ര തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ അല്ലേ? പ്രഷർ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഐസോകോറിക് ഇവിടെ എന്താ പ്രത്യേകത? യെസ്, ഇവിടെ വോളിയം ആണ് കോൺസ്റ്റന്റ് വരുന്നത്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുവാണ്, സിസ്റ്റത്തിന്റെ ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലോട്ട് അത് മാറി വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താ പ്രത്യേകത? അവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്. ബാക്കി ഏത് വാരിയബിൾ മാറിയിട്ടുണ്ടെങ്കിലും വോളിയം മാറില്ല. ആൻഡ് വർക്ക് ഡൺ ഫോർ ഐസോകോറിക് പ്രോസസ് ഇസ് 0. ഓക്കെ, കാരണം എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി അല്ലെങ്കിൽ പി ഇൻറ്റു V2 മൈനസ് V1 ആണ് അല്ലേ. സോ അങ്ങനെ വരുമ്പം ഇവിടെ V2 മൈനസ് V1 എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാ? 0 ആണ്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0 ആണ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് ഐസോകോറിക് പ്രോസസ്. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ക്യൂ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഇത് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഹീറ്റ് ആണോ കൊടുത്തത് അതെല്ലാം എന്തായിട്ട് കൺവേർട്ട് ആയിക്കോളും? യെസ്, ഇന്റേണൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അവിടെ വർക്ക് ഡൺ 0 ആയതുകൊണ്ട്. അപ്പം ഐസോകോറിക് പ്രോസസ്സിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? ഡെൽറ്റ ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഓക്കെ അല്ലേ? ഇനി സ്ലോപ്പ് ഓൺ പി വി ഡയഗ്രാം. സോ നമുക്കറിയാം ഇവിടെ പി വി ഡയഗ്രാം വരച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പി, ഇതാണ് വി. ഓക്കെ അല്ലേ? ഇവിടെ വി കോൺസ്റ്റന്റാ. പി എത്ര തന്നെ ആയിട്ടുണ്ടെങ്കിലും വിയിൽ ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. ഓക്കെ അല്ലേ? പിയിൽ എന്ത് ചെയ്യത്തില്ല? ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. വിയിൽ മാറ്റം ഉണ്ടാവത്തില്ല. പ്രഷർ എത്ര തന്നെ കൂടിക്കോട്ടെ കുറഞ്ഞോട്ടെ വി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇവിടെ അഗെയിൻ നമുക്ക് നോക്കി നോക്കാം വർക്ക് ഡൺ ഇവിടെ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ഏരിയ എടുക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഐസോബാറിക് പറഞ്ഞപ്പം അവിടെ നമ്മൾ പി വി ഡയഗ്രാം വരച്ചിരുന്നു. ഓക്കെ, അവിടെ എന്തുണ്ട്? ഏരിയ അണ്ടർ ദി കർവ് ഉണ്ട്, അവിടെ വർക്ക് ഡൺ ഉണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല? ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ഗ്രാഫിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. സോ ഫോർ ഐസോബാറിക് പ്രോസസ് 0 ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോപ്പ് 0 ആണ്. ഫോർ ഐസോകോറിക് പ്രോസസ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ അല്ലേ? രണ്ടും പഠിച്ചു വെക്കണം. ഇതിന്റെ ഐസോകോറിക്കിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്.
ആൻഡ് ഐസോബാറിക്കിൻ്റെ ഇതെന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ക്ലിയർ അല്ലേ? യെസ്. അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ ചേഞ്ച് ഇൻ ഹീറ്റ് ഇല്ല. അതായത് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ പറയുന്നത് ഡെൽറ്റ ക്യൂ. ആ ഡെൽറ്റ ക്യൂ എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് സിംപ്ലി അഡയബാറ്റിക് പ്രോസസ്. Adiabatic process in which change in pressure and volume and temperature takes place without any heat entering or leaving on the system. ഓക്കെ, ആ സിസ്റ്റത്തിലോട്ട് ചൂട് വരികയോ പുറത്തു പോവോ ഒന്നും ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ സിംപ്ലി നമുക്കറിയാം ഡെൽറ്റ ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. സോ ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് പി ഡെൽറ്റ വി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഡെൽറ്റ യു വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? മൈനസ് പി ഡി വി എന്ന് വരും. Okay, yes, because എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡി വി ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതാണ് അഡയബാറ്റിക് പ്രോസസ്സ് പറയാനുള്ളത്. ഇനി വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡയബാറ്റിക് എക്സ്പാൻഷൻ. ആ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? പി വി റേസ് ടു ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഐസോതെർമൽ പറഞ്ഞപ്പോൾ നമുക്കറിയാം പി വി വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പി വി ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ അടുത്തതിൽ ഓക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം തൽക്കാലം അത് ഇഗ്നോർ ചെയ്യാം. യെസ്. ഓക്കെ, സോ പി വി റേസ് ടു ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. അതുപോലെ നമുക്ക് ടെമ്പറേച്ചർ വോളിയം കണക്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് ടി വി റേസ് ടു ഗാമ മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് ഒന്നാമത്തെ. അതുപോലെ തന്നെ ടെമ്പറേച്ചറും വോളിയം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ടി വി റേസ് ടു ഗാമ മൈനസ് 1. അതുപോലെ തന്നെ പ്രഷറും വോളിയം കണക്ട് ചെയ്യുന്നതുണ്ട്. അല്ല, ടെമ്പറേച്ചറും ടി റേസ് ടു ഗാമ ദെൻ പി റേസ് ടു 1 മൈനസ് ഗാമ. ഓക്കെ, ടെമ്പറേച്ചറും പ്രഷറും വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പം ഇത്രയും ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? പി വി റേസ് ടു ഗാമ ദെൻ ടി വി റേസ് ടു ഗാമ മൈനസ് 1, ടി റേസ് ടു ഗാമ, പി റേസ് ടു 1 മൈനസ് ഗാമ കോൺസ്റ്റന്റ്. ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യുക. ഇതിന് ഡിറൈവ് ചെയ്ത് പഠിക്കാത്തവരുണ്ടെങ്കിൽ അതൊന്നും നോക്കണ്ട. ഇപ്പം ആസ് ഓഫ് നൗ ഇത് തന്നെ പഠിച്ചിട്ട് പോവാം. ഇനി വർക്ക് ഡൺ എന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്താ വരുന്നത്? വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു W which is equal to R by 1 minus omega T2 minus T1. Clear? So work done എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? R divided by 1 minus gamma T2 minus T1. ഇനി അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം? Work done which is equal to 1 by 1 minus gamma P2 V2 which is equal, sorry, which minus P1 V1 അല്ലെങ്കിൽ PF VF minus PI VI. Okay, 1 divided by 1 minus gamma into PF എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ അങ്ങനെ പഠിക്കുക. PF VF minus PI VI എന്നും എഴുതാം. ആൻഡ് ഈ ഗാമ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുന്നത്? അഡിയബാറ്റിക് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, സോറി, ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു CP by CV എന്നാണ് വരുന്നത്. അതായത് അഡിയബാറ്റിക് ഇൻഡെക്സിന് നമ്മൾ പറയുന്നതാണ് CP by CV. ആൻഡ് ഓൾസോ നമുക്ക് എങ്ങനെ പറയാം? 1 plus 2 by F എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഗാമ വിച്ച് ഇസ് ഈക്വൽ ടു CP by CV വിച്ച് ഇസ് ഈക്വൽ ടു 1 plus 2 by F. F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്താ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കമ്പാരിസൺ ഓഫ് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക്. അപ്പോൾ നമ്മൾ പറഞ്ഞു മറ്റേ റിലേഷൻ എന്താ പറയുന്നത്? PV വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് ഐസോതെർമലിൻ്റെത്. PV റേസ് ടു ഗാമയാണ് അഡിയബാറ്റിക്കിൻ്റെത്. ഓക്കെ, സോ ഇവിടെ V റേസ് ടു ഗാമ വരുന്നുണ്ട്. ഒബ്വിയസ്ലി എന്തായിരിക്കും? അഡിയബാറ്റിക് ആയിരിക്കും കുറച്ചുകൂടെ സ്ലോപ്പ് കൂടുതൽ വരുന്നത്. ഐസോതെർമലിനെക്കാട്ടിലും സ്ലോപ്പ് കൂടുതൽ വരുന്നത് ഇതിനായിരിക്കും. അപ്പം നമ്മൾ PV ഡയഗ്രാം എല്ലാത്തിൻ്റെയും നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഐസോബാറിക് ആണെങ്കിലും ഐസോതെർമൽ ആണെങ്കിലും ഐസോകോറിക് ആണെങ്കിലും അഡിയബാറ്റിക് ആണെങ്കിലും സൈക്ലിക് പ്രോസസ് ആണെങ്കിലും PV ഡയഗ്രാം നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? സോ ഇതാണ് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത്. അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് കൂടുതൽ ആർക്കാണ്? നമ്മുടെ അഡിയബാറ്റിക്കിനാണ്. യെസ്. ഇനി നമ്മൾ ഈ എല്ലാ പ്രോസസ്സിൻ്റെയും കമ്പാരിസൺ, ഗ്രാഫിൻ്റെ കമ്പാരിസൺ ആണ്. സോ ഐസോബാറിക് എങ്ങനെയായിരിക്കും? ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോകോറിക്. ഓക്കെ, ഇത് ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ എല്ലാ ഗ്രാഫുകളും നമുക്ക് കൃത്യമായിട്ട് കിട്ടും. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെർമോഡൈനാമിക് പ്രോസസ് ആണ്. ഓക്കെ, തെർമോഡൈനാമിക് പ്രോസസ് ആണ്. എക്സ്ട്രീംലി സ്ലോ പ്രോസസ് ആണ്. ഓക്കെ, എക്സ്ട്രീംലി സ്ലോ പ്രോസസ് ആണ്.
ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ്. നമുക്കറിയാം സ്ലോ പ്രോസസ്സ് എന്ന് പറയുമ്പം ഈ ഒരു ജസ്റ്റ് ഈ സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുമ്പോഴത്തേനും അത്രയും ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ ഇതൊരു തെർമോഡൈനാമിക് പ്രോസസ്സാണ്, സ്ലോ ആണ്, എക്സ്ട്രീംലി സ്ലോ പ്രോസസ്സാണ്. അതുപോലെ തന്നെ പറയുന്നതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. സോ ദ പ്രോസസ് ഇൻ വിച്ച് ചേഞ്ച് in any parameters takes place at such a slow speed that the value of P, V, T can be taken to be practically constant. It's called quasi-static process. അത്രയും എക്സ്ട്രീംലി സ്ലോ ആണ്. സോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുക, എക്സ്ട്രീംലി സ്ലോ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കറിയാം ഇത്രയും പർട്ടിക്കുലർ ടൈമിൽ ഇത്രയുമാണ് ചേഞ്ച് വന്നത്. സോ ആ ചേഞ്ച് എന്ന് പറയുന്നതായിരിക്കും വളരെ ചെറുതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെന്ന് എടുക്കാനായിട്ട് പറ്റുന്ന പറഞ്ഞത് പ്രാക്ടിക്കലി നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട് എടുക്കാം. സൈക്ലിക് പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങുവാണ്. അത് വേറെ എത്ര പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും അത് എവിടെ തന്നെ വരും? യെസ്, ഫൈനലി നമ്മുടെ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ വരും. സോ ലെറ്റ്സ് എ എന്ന് പറയുന്ന പോയിന്റ്, അതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ദാ ഇങ്ങനെ എ, ഇത് ബി, സി. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന പാത്തിലാണ് ഫസ്റ്റ്. സോ ദ പ്രോസസ് ഇങ്ങനെ നടന്നു. ദെൻ അഗെയിൻ എന്താണ്, ഇതിപ്പോൾ ലെറ്റ്സ് എ എക്സ്പാൻഷൻ ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് കംപ്രഷൻ ആണ് നടന്നത്. ഓക്കെ അല്ലേ, കംപ്രഷൻ ആണ് നടന്നത്. സോ ദിസ് വിൽ ബി എ സി ഡി. ഓക്കെ, സോ സി ഡി എ എന്ന് പറയുന്ന ഒരു കംപ്രഷൻ പ്രോസസ്സ് നടന്നു. ഇത് സൈക്ലിക് ആണ് അല്ലേ. സോ ഈ സൈക്ലിക് പ്രോസസ്സ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ലൈക്ക് ദിസ്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് പറയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതായത് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ സൈക്ലിക് പ്രോസസ്സിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഓക്കെ അല്ലേ? യെസ്, വർക്ക് ഡൺ ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും, അതർവൈസ് അതായിരിക്കും. ഓക്കെ, അപ്പം സൈക്ലിക് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഇസ് ഹീറ്റ് എഞ്ചിൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു മെഷീനാണ്. ആ മെഷീൻ ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ക്ലിയർ? അതിന് മേജർ ആയിട്ടുള്ളതാണ് സോഴ്സ്, സിങ്ക്, വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, സോഴ്സ്, സിങ്ക് ആൻഡ് വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ നമുക്കറിയാം സോഴ്സ്. ഓക്കെ, സോഴ്സ് എന്ന് പറയുന്നത് T1 എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. ദെൻ അവിടെ നിന്ന് നേരെ വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇതാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് സിങ്ക്. ഓക്കെ അല്ലേ, ഇതിനെ നമ്മൾ റിസർവോയർ എന്നും പറയും. ഓക്കെ, സോഴ്സിനെ നമ്മൾ റിസർവോയർ എന്നും പറയും. സോ ഇവിടെ T1 ടെമ്പറേച്ചർ ആണ്, സിങ്കിൽ T2, അതായത് ലോ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ലോ ടെമ്പറേച്ചർ ആണ്. സോ ഈ സോഴ്സിൽ നിന്ന് Q1 ഹീറ്റ് എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ വർക്ക് നടക്കുവാണ്. ക്ലിയർ അല്ലേ? ഇവിടെ വർക്ക് നടക്കുവാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇവിടെ വർക്ക് നടക്കുന്നു. അപ്പം ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഡീസൽ എഞ്ചിൻ ഉണ്ട്, സ്റ്റീം എഞ്ചിൻ. അപ്പം സ്റ്റീം എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ആരാണ്? ഇവിടെ സ്റ്റീം ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ വർക്ക് ഡൺ നടക്കുവാണ്. ദെൻ ഇവിടെ വർക്ക് നടന്നു. ദെൻ റെസ്റ്റ് Q2 എന്ന് പറയുന്ന, അതായത് വർക്ക് ഡണിന് ശേഷം ഇവിടെ ടോട്ടൽ നമുക്ക് Q1 എന്ന് പറയുന്നതാണ് കൊടുത്തത്. സോ Q2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് പോവുകയാണ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ വർക്ക് ഡൺ എത്രയാണ് നടന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വർക്ക് ഡൺ നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q1ൽ നിന്നും Q2 ആണ് പുറത്തു പോയത്. ദാറ്റ് മീൻസ് Q1 മൈനസ് Q2 എന്ന് പറയുന്നതാണ് അവിടെ വർക്ക് ചെയ്തത്. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഹീറ്റ് എഞ്ചിൻ, സോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ റിസർവോയർ ഉണ്ട്, അവിടെ ഹൈ ടെമ്പറേച്ചർ ആണ്. സോ ഈ ടെമ്പറേച്ചറിൽ നിന്ന് Q1 ഹീറ്റ് എടുത്തിട്ടാണ് ഇവിടെ വർക്ക് നടന്നത്. ദെൻ Q2 ആണ് സിങ്കിലോട്ട് പോയത്. ഓക്കെ, സോ Q1 മൈനസ് Q2, ടോട്ടൽ Q1 ആണ് ഉണ്ടായിരുന്നത്, പുറത്ത് വന്നത് Q2 ആണ്. ദാറ്റ് മീൻസ് അവിടെ വർക്ക് ഡണ്ണിന് വേണ്ടി എടുത്തത് എത്രയാണ്? Q1 മൈനസ് Q2 ആണ് അവിടെ വർക്ക് ഡണ്ണിന് വേണ്ടിയിട്ട് എടുത്തത്. സോ ഇവിടെ എഫിഷ്യൻസി പറയുവാണെങ്കിലോ, എഫിഷ്യൻസി പറയുവാണെങ്കിൽ നമുക്ക് പറയാം വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് എത്രയാണോ നമ്മുടെ ഇതെടുത്തത് ഇൻപുട്ട് ഹീറ്റ്. ഇൻപുട്ട് ഹീറ്റ് എത്രയാണ്? Q1 ആണ്. ആൻഡ് വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 ആണ്. ദാറ്റ് മീൻസ് 1 മൈനസ് Q2 ബൈ Q1 ആണ് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി, വർക്ക് നമ്മൾ പറഞ്ഞു Q1 മൈനസ് Q2 ആണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ
Q1 ആണ്. അതായത് ഇനീഷ്യലി നമ്മൾ കൊടുത്ത ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് Q1 ആയതുകൊണ്ട് Q1 minus Q2 divided by Q1 ആണ്, which is equal to നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ Q1 by Q1 minus Q2 by Q1. സോ Q1 by Q1 എന്ന് പറഞ്ഞിട്ട് എന്താണ് 1 ആണ്. സോ 1 minus Q2 by Q1 എന്നാണ് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി വരുന്നത്. സോ നമുക്ക് 100% എഫിഷ്യൻറ്റ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ദാറ്റ് മീൻസ് ഈ Q2 ഉണ്ടാവാൻ പാടില്ല, അതായത് നഷ്ടം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പം ആ Q2 ഇല്ല, 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി എത്രയായിരിക്കും? എഫിഷ്യൻസി 1 ആയിരിക്കും. ദാറ്റ് മീൻസ് 100% എഫിഷ്യൻറ്റ്. പ്രാക്ടിക്കലി അങ്ങനെ ഒരു സംഭവം പോസിബിളേ അല്ല. നമുക്ക് പറയാൻ പറ്റും 100% എഫിഷ്യൻ്റ് എന്ന്, ഒരിക്കലും പ്രാക്ടിക്കലി നമുക്ക് അങ്ങനെ ഒരു 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ അല്ലേ? അപ്പം ഹീറ്റ് എഞ്ചിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ സോഴ്സ് ഉണ്ട്, സിങ്ക് ഉണ്ട്, വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. വർക്കിംഗ് സബ്സ്റ്റൻസിലാണ് വർക്ക് നടക്കുന്നത്. ദെൻ സോഴ്സിൽ നിന്നാണ് നമ്മുടെ ഇനീഷ്യൽ ഇതിനാവശ്യമായിട്ടുള്ള വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഹൈ ടെമ്പറേച്ചറിലാണ്, അത് ലോ ടെമ്പറേച്ചറിലാണ്. സോ ആൻഡ് സോ. ഓക്കെ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഹീറ്റ് പമ്പ്. ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ, രണ്ടും ഈ ഹീറ്റ് എഞ്ചിൻ്റെ റിവേഴ്സ് ഓർഡറിൽ നടക്കുന്ന സംഭവമാണ്. ഓക്കെ, റിവേഴ്സ് ഓർഡറിൽ നടക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഇവിടെ നിന്ന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. എ ഹീറ്റ് പമ്പ് റെഫേഴ്സ് ടു എ ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ്റെ പോലെ തന്നെ എന്താ പ്രത്യേകത? റിവേഴ്സ് ഇൻ ഡയറക്ഷൻ, വർക്ക്സ് ഇൻ റിവേഴ്സ് ഇൻ ഡയറക്ഷൻ, ഓഫൻ ഗെറ്റ്സ് യൂസ് ടു ട്രാൻസ്ഫർ ഹീറ്റ് എനർജി ഫ്രം എ കോൾഡ് സ്പേസ് ടു എ വാം സ്പേസ്. ദ ഹീറ്റ്, അതായത് നമ്മൾ ഹീറ്റ് എഞ്ചിൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ വർക്ക് പറഞ്ഞു. ഇവിടെ നേരെ റിവേഴ്സ് ആണ് വരുന്നത്. ആൻഡ് ഹീറ്റ് എനർജി എവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? കോൾഡ് സ്പേസിൽ നിന്നും വാമിലോട്ടാണ്. ദാറ്റ് മീൻസ് എക്സ്റ്റേണലി നമ്മൾ വർക്ക് കൊടുത്താൽ മാത്രമാണ്. കാരണം നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവ് പോകാനായിട്ട് എക്സ്റ്റേണൽ വർക്കൊന്നും ചെയ്യേണ്ട. അറ്റ് ദ സെയിം ടൈം ടെമ്പറേച്ചർ കുറവുള്ളിടത്ത് നിന്ന് കൂടുതൽ ഉള്ളിടത്തേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് എനർജി ഫ്രം കോൾഡ് സ്പേസ് ടു വാം സ്പേസ്, അപ്പോൾ നമുക്ക് അവിടെ അറിയാം ഒരു എക്സ്റ്റേണൽ വർക്ക് നമ്മൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. ഹീറ്റ് പമ്പ് ഡെഫിനിഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ ഹീറ്റ് പമ്പ് അബ്സോർബ്സ് ഹീറ്റ്. ഓക്കെ, ഹീറ്റ് പമ്പ് എന്താ ചെയ്യുന്നത്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു ഫ്രം എ കോൾഡർ ബോഡി. ഓക്കെ, ആ കോൾഡർ ബോഡിയിൽ അതിലുള്ള ഹീറ്റിന് എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യുവാണ്. ആൻഡ് ദെൻ റിലീസസ് ഇൻ ടു ഹോട്ട് ബോഡി. ഓക്കെ, കോൾഡർ ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുവാണ്? ഹോട്ട് ബോഡിയിലോട്ട് കൊടുക്കുവാണ്. മനസ്സിലായല്ലോ? അതായത് ഹീറ്റ് എനർജി അത് കോൾഡ് ബോഡിയിൽ നിന്നും അതിനെ ഹോട്ട് ബോഡിയിലോട്ട് റിലീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. A heat pump is a mechanical device that transmits thermal energy between regions, generally between closed regions and outdoors. When it is used to warm a building, the energy is transmitted from the outside into the structure. ഓക്കെ, ഒന്നുമില്ല, നമുക്കറിയാം ഇപ്പം തണുപ്പുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ എന്താണ്, യെസ്, അവിടെ അവർക്ക് റൂമിൽ എന്ത് വേണം? ചൂട് വേണം. സോ ആ സമയത്ത് നമുക്ക് ഹീറ്റ് പമ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ചൂട് വാം ആക്കാൻ വേണ്ടി, ആ റൂം വാം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റ് പമ്പ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? യെസ്, അത് ചെയ്യുന്നതിൻ്റെ മെത്തേഡാണ് എനർജി ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദി ഔട്ട്സൈഡ് ഇൻ ടു ദി സ്ട്രക്ചർ. ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഹീറ്റ് പമ്പ്. ഇനി നെക്സ്റ്റ് റെഫ്രിജറേറ്റർ പറയുവാണെങ്കിലോ, റെഫ്രിജറേറ്റർ നമുക്കറിയാം, നമ്മളൊരു ബോഡി കൊണ്ടിട്ട് നമ്മൾ മീൻസ് എന്തെങ്കിലും ഒരു ഫുഡ്, ഓക്കെ, എന്തെങ്കിലും ഒരു ഫുഡ് പ്രോഡക്റ്റ് നമ്മൾ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുവാണ്. വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് ആ ഫ്രിഡ്ജിനുള്ളതിനെക്കാട്ടിലും എന്താണ്? ചൂട് കൂടുതലാണ് അല്ലേ? ടെമ്പറേച്ചർ കൂടുതലാണ്. സോ ബേസിക്കലി അതെന്ത് ചെയ്യും? യെസ്, ഇതിലുള്ള ചൂടിനെ മൊത്തം വലിച്ചെടുക്കും. അങ്ങനെയാണ് അത് തണുക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു ഇത് കൊണ്ട് വെക്കുവാണെങ്കിൽ അതെന്താ സംഭവിക്കുന്നത്? അതിൽ നിന്നും ഉള്ള ചൂടിനെ വലിച്ചെടുത്തിട്ടാണ് തണുപ്പിക്കുന്നത്. ഓക്കെ, ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും വർക്കിംഗ് ഒരുപോലെയാണ്. നേരെ റിവേഴ്സ് ഓർഡറിലാണ്. അതായത് സിങ്കിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ Q2 ആണ് അല്ലേ? അപ്പം ഇവിടെ ഇനീഷ്യൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? യെസ്, Q2 ആണ് വരുന്നത്. സോ ആ Q2 കൊണ്ട് എന്ത് ചെയ്യുന്നത്? വർക്ക് സബ്സ്റ്റൻസിൽ വർക്ക് നടക്കുവാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? സോഴ്സിലോട്ട് പോവുകയാണ്. ക്ലിയർ? യെസ്. ഓക്കെ, സോ നമ്മളിനി ഹീറ്റ് പമ്പിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആൽഫ. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽഫ എന്ന് പറഞ്ഞിട്ടാണ്. സോ ആൽഫ വിൽ ബി ഈക്വൽ ടു Q1 ബൈ വർക്ക് ഡൺ ആണ്. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് Q1 ബൈ വർക്ക് ഡൺ ആണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു Q1 ബൈ Q1 മൈനസ് Q2. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ഹീറ്റ് പമ്പ്. ഇനി നെക്സ്റ്റ് വരുന്നത് റെഫ്രിജറേറ്ററിൻ്റെ ആണ്. അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി Q2 ബൈ വർക്ക് ഡൺ ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു Q2 ബൈ Q1 മൈനസ് Q2. ഓക്കെ, സോ ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ്
എന്താണ് റെഫ്രിജറേറ്റർ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. സോ നമുക്ക് 3 ലോസ് ആണ്. സോ നിങ്ങൾ മേ ബി കെൽവിൻസ് പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ടുഗദർ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും. വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പറയാം. ഫസ്റ്റ് ക്ലേഷ്യർ സ്റ്റേറ്റ്മെന്റ് ആണ്. Heat cannot flow from a colder body to a hotter body without performing a work. Okay, an external agency work ചെയ്യാതെ ഹീറ്റിന് കോൾഡർ ബോഡിയിൽ നിന്നും എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല? ഹോട്ട് ബോഡിയിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി കെൽവിൻസ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഒബ്റ്റെയിൻ എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി ബൈ കൂളിംഗ് എ ബോഡി ബിലോ ദ കോൾഡസ്റ്റ് ഓഫ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ആൻഡ് പ്ലാങ്ക്സ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു എക്സ്ട്രാക്ട് ഹീറ്റ് from a single body and to convert the whole into work. ഓക്കെ, അതായത് 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു നമ്മൾ നേരത്തെ ഹീറ്റ് എഞ്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ 100% എഫിഷ്യൻറ്റ്, അതായത് നമ്മൾ കൊടുക്കുന്നത് അത്രയും തന്നെ വർക്കായിട്ട് മാത്രം മാറുന്ന ഒരു സിസ്റ്റം അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി കാർനോട്ട്സ് എഞ്ചിനാണ്. കാർനോട്ട്സ് റിവേഴ്സ് സൈക്കിൾ എന്ന് പറയും. സോ ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട. ദി കാർനോട്ട് എഞ്ചിൻ ഈസ് എ തിയററ്റിക്കൽ തെർമോഡൈനാമിക് സൈക്കിൾ പ്രപ്പോസ്ഡ് ബൈ ലെനോർഡ് കാർനട്ട്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദ മാക്സിമം പോസിബിൾ എഫിഷ്യൻസി ദാറ്റ് എ ഹീറ്റ് എഞ്ചിൻ ഡ്യൂറിംഗ് ദ കൺവേർഷൻ പ്രോസസ് ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക് ആൻഡ് കൺവേഴ്സ്ലി വർക്കിംഗ് ബിറ്റ്വീൻ 2 റിസർവോയർസ് ക്യാൻ പ്രോസസ്. സോ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇറ്റ്സ് എ തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ബേസിക്കലി ഇത്രയും ഇതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എന്ത് കണ്ടെത്താൻ പറ്റത്തില്ലെന്നാ പറയുന്നത്, ഇറ്റ് എസ്റ്റിമേറ്റ് ദ മാക്സിമം പോസിബിൾ എഫിഷ്യൻസിയാണ് കാർനോട്ട് എഞ്ചിനുള്ളത്. ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിൻ വേറെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. സോ ഈ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുമ്പം നമ്മൾ അതിൽ പറയേണ്ട ഒരു കാര്യമാണ് കാർനോട്ട് സൈക്കിൾ. എന്താണ് കാർനോട്ട് സൈക്കിൾ? കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പം അതൊരു ഐഡിയൽ റിവേഴ്സബിൾ ക്ലോസ്ഡ് തെർമോഡൈനാമിക് സൈക്കിളാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഐഡിയൽ റിവേഴ്സബിൾ ക്ലോസ്ഡ് തെർമോഡൈനാമിക് പ്രോസസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് തെർമോഡൈനാമിക് സൈക്കിളാണ്. ദെൻ 4 സക്സസീവ് ഓപ്പറേഷൻസ് ആണുള്ളത്. 2 ഐസോതെർമൽ ആണ്. ഐസോതെർമൽ എക്സ്പാൻഷനും ഐസോതെർമൽ കംപ്രഷനും. സെക്കൻഡ് വൺ ഇസ് 2 അഡിയബാറ്റിക് പ്രോസസ് ആണുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ 4 പ്രോസസ്സ് വരുന്നത്. Yes, adiabatic expansion, isothermal expansion, adiabatic expansion, isothermal compression and adiabatic compression. During these operations, the expansion and compression on the substance can be done up to the desired point and back to the initial state. അതായത് നമുക്ക് സൈക്കിൾ നോക്കാം. ഇങ്ങനെയാണ് സൈക്കിൾ വരുന്നത്. ഓക്കെ, സോ നമുക്കറിയാം A, B, C, D, then again A ആണ് വരുന്നത്. സോ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഇത് അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ദെൻ ഐസോതെർമൽ കംപ്രഷൻ ആണ്. ദെൻ അഗൈൻ അഡയബാറ്റിക് കംപ്രഷൻ. ഓക്കെ അല്ലേ? സോ എ ടു ബി എന്ന് പറയുമ്പം ഈ ഒരു സ്റ്റേറ്റിൽ P1 ഉണ്ട്, V1 ഉണ്ട്, ദെൻ T1 ഉണ്ട്. ദെൻ ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് വരുമ്പോഴത്തേനും ഇറ്റ് വിൽ ബിക്കംസ് P2, V2, ദെൻ ഐസോതെർമൽ ആണ്. സോ T1 തന്നെയായിരിക്കും. ടെമ്പറേച്ചറിൽ മാറ്റം വരുമോ? ടെമ്പറേച്ചറിൽ മാറ്റം വരത്തില്ല. ഇനി അഡയബാറ്റിക് ആവുമ്പോഴോ, യെസ്, ഇത് P3 ആവുന്നു, ഇത് V3 ആവുന്നു, ഇത് T2 ആവുന്നു. ഓക്കെ, അവിടെ ഹീറ്റ് എന്ത് ചെയ്യുന്നില്ല, കണ്ടക്ട് ചെയ്യുന്നില്ല. ആൻഡ് ഈ പറയുന്ന വാരിയബിൾസ് എല്ലാം ചേഞ്ച് ആവും. ഇനി C to D അഗൈൻ ഐസോതെർമൽ പ്രോസസ് ആണ്, ഐസോതെർമൽ കംപ്രഷൻ ആണ്. സോ അഗൈൻ എന്താണ്, ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ദിസ് വിൽ ബി P4, V4 ആൻഡ് T2. കാരണം എന്താണ്, ഇവിടെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരത്തില്ല. അപ്പോൾ P4, V4, T2. ദെൻ അഗൈൻ നമ്മുടെ A എന്ന് പറയുന്ന ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ വരുവാണ്. സോ ഐസോതെർമൽ പ്രോസസ്സും അഡിയബാറ്റിക് പ്രോസസ്സുമാണ് നടക്കുന്നത്. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പം ഇറ്റ് ടേക്കൺ ഫ്രം P1, V1, T1 ടു P2, V2, T2. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹീറ്റ് Q1 is absorbed from the reservoir at the temperature T1. ഓക്കെ, സോ ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിൻസ് ദ എക്സ്പാൻഷൻ ഇസ് ഐസോതെർമൽ, ദ ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് 0. ഓക്കെ, ഐസോതെർമൽ ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ദ ഹീറ്റ് അബ്സോർബ് ബൈ ദ ഗ്യാസ് ഇസ് ഈക്വൽ ടു, okay, which is equal to work done by the gas on the environment. So ആ വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഇവിടെ വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 to 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ A to B ആണ്.
ഓക്കെ, A to B ആണ്. സോ അവിടെ Q1 അവിടെ ഉണ്ടാകുന്ന അബ്സോർബ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? Q1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു μR T1 into ln V2 by V1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. The gas expands adiabatically from P2 V2 T1 to P3 V3 T2. അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും, അവിടെ ഹീറ്റ് ആണ് ചേഞ്ച് ആവാത്തത്. ഹിയർ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? W വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് പറയാം B to C μR by gamma minus 1 T1 minus T2 ആയിരിക്കും ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇനി അതല്ല നിങ്ങൾ മറ്റേ 2.30 അത് വെച്ചിട്ടാണ് പഠിച്ചതെങ്കിൽ ആ ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ ഐസോതെർമൽ കംപ്രഷൻ ദ സെയിം കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ ദി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വർക്ക് ഡൺ C to D. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, C to D. ഓക്കെ, അത് μR T2 ln V3 by V1 ആണ്. ദെൻ അഡിയാബാറ്റിക് കംപ്രഷൻ that will be again D to A. Okay, that will be μR by gamma minus 1 T1 minus T2. ഇതാണ് കാർനോട്ട് സൈക്കിളിലെ പ്രോസസ്സ് നടക്കുന്നതും അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നതും. ഇനി ടോട്ടൽ വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? വർക്ക് ഡൺ A to B പ്ലസ് വർക്ക് ഡൺ B to C പ്ലസ് വർക്ക് ഡൺ C to D പ്ലസ് വർക്ക് ഡൺ D to A. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ആ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? μR T1 then ln V2 by V1 minus μR T2 ln V2 by V1. ഈ ഫൈനൽ എക്സ്പ്രഷൻ പഠിച്ചു വയ്ക്കുക. അതുപോലെ എഫിഷ്യൻസി, കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നെറ്റ് എഫിഷ്യൻസി വിച്ച് വിൽ ബി ഈക്വൽ ടു അഗെയിൻ നമുക്കറിയാം വർക്ക് ഡൺ ബൈ ഇനീഷ്യൽ നമ്മൾ കൊടുത്തതാണ്, ദാറ്റ് ഇസ് Q1 ആണ്. സോ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? വർക്ക് ഡൺ എന്ന് പറയുന്നത് Q1 മൈനസ് Q2 ആണ് വർക്ക് ഡൺ ആയിട്ട് കൺവേർട്ട് ആയത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു Q2 ബൈ Q1, 1 minus Q2 by Q1. And again നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം? Yes, this will be equal to 1 minus T2 by T1 എന്ന് എഴുതാം. സോ ഈ ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ നെറ്റ് എഫിഷ്യൻസിയുടെ കാർനോട്ട് സൈക്കിളിൻ്റെ നെറ്റ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണെങ്കിലും പഠിക്കുക. ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട, ഡെറിവേഷൻസോ ബാക്കി ഈ പാർട്ടിൽ വരുന്നൊന്നും വേണ്ട. ഇത്രയും സംഭവങ്ങൾ മാത്രം പഠിച്ചു വയ്ക്കുക. യെസ്, ദെൻ എഫിഷ്യൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു. രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കണം. ദെൻ കാർനോട്ട്സ് തിയറം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് നമുക്ക് കാർനോട്ട്സ് തിയറത്തിലോട്ട് എത്താൻ പറ്റും. എന്താ തിയറം പറയുന്നത്? എനി സിസ്റ്റം വർക്കിംഗ് ബിറ്റ്വീൻ T1 അതായത് ഹോട്ട് റിസർവോയർ then and T2 that is cold reservoir can never have more efficiency than the Carnot engine operating between the same reservoirs. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഇതിനേക്കാട്ടിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഇല്ല. Also the efficiency of this type of engine is independent of the nature of the വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും നോട്ട് ചെയ്യാതെ പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരിക്കലും എഞ്ചിൻ്റെ നേച്ചർ, വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ഓഫ് ദി ഹോട്ട് ആൻഡ് കോൾഡ് റിസർവോയർ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ? സോ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ പോയി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഈ ചാപ്റ്ററിൻ്റെ അടക്കം നോട്ട്സ് അവിടെ വരുന്നതായിരിക്കും. സോ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് വരിക. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിനെ പറ്റി ആരും വറി ചെയ്യണം, നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, യെസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം വേഗം പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.